ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് മൂവിയുടെ റിവ്യൂ എടുത്തിരിക്കുകയാണ്. ചുപ്പ് എന്നാണ് മൂവിയുടെ പേര്. ആർ ബാൽക്കെ എഴുതി സംവിധാനം ചെയ്ത ദുൽഖർ സൽമാൻ, ശ്രേയ, പൂജ ഭട്ട്, സണ്ണി ഡിയോൾ എന്നൊരു കേന്ദ്ര കഥാപാത്രങ്ങളായ സിനിമയാണിത്. ഈ മൂവി ഒരു ക്രൈം ത്രില്ലർ മൂവിയാണിത്. ഒരു ബേസിക് പ്ലോട്ട് പറയുകയാണെങ്കിൽ ട്രെയിലർ കണ്ട പോലെ തന്നെ മൂവി ക്രിട്ടിക്സൊക്കെ എഴുതുന്ന ആൾക്കാരെ ഒരു സീരിയൽ കില്ലർ കൊല്ലുന്നു. അതിനുശേഷം ഒരു പോലീസ് ഓഫീസർ കടന്നു വരുന്നു. അദ്ദേഹം ഈ സീരിയൽ കില്ലറെ കണ്ടുപിടിക്കുന്നു. ഇതാണ് മൂവിയുടെ ബേസിക് പ്ലോട്ട്. ഈ മൂവി ഒരു അടിപൊളി മസ്റ്റ് വാച്ച് മൂവിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൂവി ക്രിട്ടിക്സ് ചെയ്യുന്ന ആൾക്കാരെയാണ് സീരിയൽ കില്ലർ കൊല്ലുന്നത്. ഒരു സീരിയൽ കില്ലറിനെ കണ്ടുപിടിക്കാൻ നടക്കുന്ന പോലീസ്, ഇതാണ് മൂവിയുടെ ടെംപ്ലേറ്റ് എങ്കിൽ പോലും ഇത് കൊണ്ടുവച്ചിരിക്കുന്ന കഥ അതിനെ ഈ മൂവിയുടെ ക്രൂസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് ടെക്നിക്കലി ആയാലും പെർഫോമൻസ് വൈസ് ആയാലും ഓവറോൾ സ്റ്റോറി വൈസ് ആയാലും ഓവറോൾ മൂവി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കാരണം ആദ്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പറയാനുള്ളത്, ഈ സ്റ്റോറിയുടെ ഈ ഒരു യൂണിക്നെസ്. രണ്ടാമത് പറയാനുള്ളത് പെർഫോമൻസസ് തന്നെയാണ്. എല്ലാവരും സണ്ണിയുടെ ആയാലും ശ്രേയ ആയാലും പൂജ ഭട്ട് ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ദുൽഖർ സൽമാനെ തന്നെയാണ്. കേന്ദ്ര കഥാപാത്രം ദുൽഖർ സൽമാനാണ്. അതുപോലെ തന്നെ ഈ മൂവിയിൽ ഏറ്റവും നല്ല അഭിനയ പ്രാധാന്യവും നല്ല അഭിനയം കാഴ്ചവെച്ചുള്ള ദുൽഖർ തന്നെയാണ്. കാരണം ചില സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ടെൻഷനായി. ചില ചിരിക്കുന്ന സീനൊക്കെ എനിക്ക് ചില ടെൻഷനൊക്കെ വന്നു. അത്രയ്ക്ക് നല്ലതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ എത്താറാവുന്ന പോർഷൻസ് ഒക്കെ ആകുമ്പോൾ അദ്ദേഹം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെയായിട്ടും അദ്ദേഹം ചെയ്തു വന്ന സിനിമകളിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായ ഒരു മൂവിയാണ് ചുപ്പ്. ആ ഒരു വ്യത്യാസം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ കാണാറുണ്ട്. ആ ഒരു വ്യത്യാസം അദ്ദേഹം ക്യാരക്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഒട്ടും ബോറടിപ്പിക്കുക നല്ലപോലെ തന്നെയാണ് അദ്ദേഹം സ്ക്രീനിൽ ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ മൂവിയിൽ അടുത്തതായിട്ട് ടെക്നിക്കൽ വൈസ് പറയുമ്പോൾ മൂവിയുടെ ക്യാമറ വർക്ക്സും എഡിറ്റിംഗ് ഡയറക്ഷനൊക്കെ തന്നെയാണ്. കാരണം അത് മൂവിക്ക് കൂടുതൽ ഒരു എൻഗേജിങ് ഫാക്ടർ നൽകുന്ന ഒരു മൂവി. ഒരു സ്ലോ പേസ്ഡ് ആയിട്ട് പോകുന്നൊരു മൂവിയാണ്. 15 താളത്തിലാണ് മൂവി കഥ പറയാൻ തുടങ്ങുന്നതും അവസാനിക്ക് 15 താളത്തിലെ മൂവി കഥ കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല മൂവി ഡാർക്ക് ഷെയ്ഡൊക്കെ വെച്ചിട്ടാണ്, കുറച്ച് ഡാർക്കിഷ് ആയിട്ടാണ് മൂവി വരുന്നത്. ആ ഒരു ഇതിനെ നല്ല രീതിയിൽ മൂവിയുടെ എഡിറ്റിങ്ങും ക്യാമറ വർക്ക്സ് ചിലയിടത്തൊക്കെ നല്ല അടിപൊളി നമ്മൾ കണ്ടിരിക്കും. എഡിറ്റിംഗ് ക്യാമറ വർക്സിനാണ് മൂവി ഒട്ടും ബോറടിപ്പിക്കാതെ. ഇത്തരം കാര്യങ്ങൾ തന്നെ മൂവിയെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ. പിന്നെ മൂവിയുടെ BGM പാട്ടുകളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയുന്ന മൂവിയിൽ ചില ഡീറ്റെയിലിങ്ങും പിന്നെ മൈന്യൂട്ടായിട്ടുള്ള ഈസ്റ്റർ എഗ്സ് ഒക്കെയാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഡീറ്റെയിലിംഗ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റർ എഗ്സ് കാണാൻ നമുക്ക് തന്നെ അത് കൊള്ളാം, അങ്ങനെ ഒരു ഫീലൊക്കെ വരും. അപ്പോൾ ഈ മൂവിയെക്കുറിച്ച് ഇതൊക്കെയായിരുന്നു എനിക്ക് പറയാനുള്ളത്. മൊത്തത്തിൽ നല്ല അടിപൊളി മൂവിയാണ്. തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെ തരുന്നുണ്ട് മൊത്തത്തിൽ എല്ലാ മേഖലയിലും. അപ്പോൾ നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ മൂവി എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണുക. അപ്പോൾ ഗൈസ്, താങ്ക് യു. പിന്നെ അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് ഞാൻ പറയാൻ ലേറ്റായിപ്പോയി. ഇത് എല്ലാവർക്കും അറിഞ്ഞാണ്. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്. നമ്മുടെ ആവറ്റാർ 2 ഡിസംബർ റിലീസുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഭാഗം 2009 റിലീസായ ആവറ്റാർ 1 ഇപ്പോൾ 23-ാം തീയതി, അതായത് ഇന്ന് തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ്. അപ്പോൾ ഈ മൂവി കാണാത്തവർ എല്ലാവരും, കുറേ പേരെ കണ്ടു കാണും മൂവിയൊക്കെ നേരത്തെ 2009. പക്ഷേ എന്നെ കണക്ക് കുറേ പേര് ഇതുവരെയായിട്ടും തിയേറ്ററിൽ പോയി കാണാത്ത കുറേ പേർ കാണും. അവർക്ക് വേണ്ടിയും അല്ലാതെ തന്നെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി സിനിമ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് കുറേ പേർ എല്ലാവരും അറിഞ്ഞാണ്. ബുക്ക് മൈ ഷോ ഒക്കെ നോക്കുന്ന ആൾക്കാരെല്ലാവരും കണ്ടു കാണാൻ ആവറ്റാർ വീണ്ടും വന്നിരിക്കുന്നത്. പക്ഷേ കുറച്ച് പേര് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്.